എല്ലാവർക്കും നമസ്കാരം. ബുദ്ധി, അറിവ്, വിവേകം തുടങ്ങിയ പദങ്ങൾ പല രീതിയിലും അർത്ഥം കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് നമുക്ക് നല്ല ഇന്റലിജൻസ് ഉണ്ടെങ്കിലും വിസ്ഡം ഉണ്ടാകണമെന്നില്ല. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവുകളുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ധാരാളം ഉണ്ടെങ്കിൽ നോളജ് ഉണ്ടാകണമെന്നുമില്ല. ബുദ്ധിയെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമുക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അനുകൂലമാക്കി തീർക്കുമ്പോഴാണ് ആ ബുദ്ധി കൊണ്ട് പ്രയോജനമുള്ളത്. അതിബുദ്ധിമാനായ ഒരു കുട്ടി നല്ല ഒരു മൊബൈൽ ഗെയിം പ്ലെയർ ആയതുകൊണ്ട് അവനോ കുടുംബത്തിനോ നാടിനോ പ്രയോജനമില്ലല്ലോ. അപ്പോൾ ആ ബുദ്ധിയെ ശരിയായ വഴിയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളിൽ ഒരു പ്ലഷർ സീക്കിംഗ് മൈൻഡ് ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി, പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയുള്ള ഒരു പ്ലഷർ സീക്കിംഗ് മൈൻഡ്. അത് കുട്ടികളിലും ടീനേജ് പ്രായത്തിലുള്ളവർക്കും കൂടുതലാണ്. പെട്ടെന്ന് ഹാപ്പിനെസ് ഉണ്ടാവുക, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവുക. ഈ വിഭാഗത്തിൽ വരുന്ന ചില ആൾക്കാരാണ് പിന്നീട് ഡ്രഗ്സിനും മറ്റുമൊക്കെ അഭയം തേടുന്നത്. കാരണം ഒരു ഡ്രഗ് ഇഞ്ചക്ട് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് അയാളുടെ തലച്ചോറിൽ വർക്ക് ചെയ്ത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് പ്ലഷർ. അപ്പൊ ലോങ് ടൈം ബെനിഫിറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോങ് റണ്ണിലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചോ അങ്ങനെയുള്ളവർ ചിന്തിക്കാറില്ല. അപ്പോ നമുക്കിവിടെ ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് അല്ല. ആ ഇന്റലിജൻസിനെ നമുക്ക് വേണ്ട രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളിടത്താണ് പ്ലസ്. ഇനി പഠിത്തം എന്ന പ്രോസസ്സിനെയാണ് ഇഷ്ടമല്ലാത്തതെങ്കിൽ ആ പ്രോസസ് ഇൻട്രസ്റ്റിംഗ് ആകണം. ഇൻട്രസ്റ്റിൽ നിന്നുമാണ് ശ്രദ്ധ, ശ്രദ്ധയിൽ നിന്നുമാണ് ഏകാഗ്രത, ഏകാഗ്രതയിൽ നിന്നും മനസ്സിലാക്കൽ, മനസ്സിലാക്കലിൽ നിന്നും ഓർമ്മ, ആ ഓർമ്മ ഗ്രാഹ്യം, ഗ്രഹിക്കുക, മനനം ചെയ്യുക, പിന്നെ ശേഖരിച്ചു വെക്കുക അഥവാ സ്റ്റോറിംഗ്, പിന്നെ റിട്രൈവ് ചെയ്യുക. ഇങ്ങനെ 4 പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് ഒരു കുട്ടി ബ്രില്യന്റ് ആണെന്ന് പറയാൻ കഴിയുക. എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് അതിന്റെ എത്രത്തോളം ആപ്റ്റാണ് പുതിയ തലമുറയ്ക്ക് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അതിനെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കി ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും മറുപടി പറയാനും ഉണ്ടാവില്ല. നമ്മൾ എന്തിന് ഇതെല്ലാം പഠിക്കുന്നു എന്നൊരു ചോദ്യം ജനുവിനാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ആസ് ഇറ്റ് ഈസ്, ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ആ പ്രോസസ് ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കുമെന്ന് ചോദിച്ചാൽ, മെത്തേഡ് ഒരുപക്ഷെ നമുക്ക് പഠിക്കുക എന്നുള്ളത് ആത്യന്തികമായിട്ട് വേണം. പക്ഷെ പഠിക്കുവാനുള്ള മാർഗത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കുക. പല രീതിയിൽ അത് ചെയ്യാം. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സെൽഫ് ടീച്ചിങ്. ചിലർക്ക് സ്വയം പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കും. കൂട്ടുകാരോടൊപ്പം പഠിക്കുന്നത് മറ്റു ചിലർക്ക് ഇഷ്ടമായിരിക്കും. ഇന്നത്തെ ഒരു സാങ്കേതിക സഹായത്തോടു കൂടി
മൊബൈലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത ശേഷം റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുന്നത് മറ്റു ചിലർക്ക് ഹെൽപ്പിംഗ് ആയിരിക്കും. ഇരിക്കുന്ന ആ ലൊക്കേഷൻ മാറിയിട്ട് നടന്നു പഠിക്കുകയോ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിൽ പോയിരുന്ന് പഠിക്കുകയോ ചെയ്യുന്നവർക്ക് അതുപോലെ കോമ്പറ്റിറ്റീവായിട്ട് ലൈക്ക് എക്സാമിനേഷൻ, ക്വിസ് അല്ലെങ്കിൽ ഒരു ഗെയിം നമ്മൾ കളിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത്രയും അധികം ഗെയിമിൽ അട്രാക്ഷൻ വരാൻ കാരണം അതിനകത്തുള്ളവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുപോലെ സ്കോറിംഗ് കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ, അതായത് അത് ഒരുപക്ഷെ പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലാവാം. ഒരു ക്വിസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈ മാർക്കിനൊരു റിവാർഡ് പറയുമ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റിറ്റീവ് തലം ഉണർത്തി കുട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. വാസ്തവത്തിൽ സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് മാർക്കിനോടുള്ള താല്പര്യത്തെക്കാളേറെ ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല മാർക്ക് നേടുക എന്നുള്ളത് ആണ് എങ്കിൽ അതിനുവേണ്ടിയാണല്ലോ ഒരു കുട്ടി പഠിക്കുക. പക്ഷെ മറ്റൊരു കുട്ടിയുടെ താല്പര്യം ശാസ്ത്രം പഠിക്കുക, ചരിത്രം പഠിക്കുക, ഭാഷ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പഠനവേളയെല്ലാം അയാൾക്കൊരു ഹോബി പോലെ തോന്നും. ആ പഠനവേള എൻജോയ് ചെയ്യും. ആ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് വേറൊന്നില്ല, ആ പഠിക്കുന്നത് തന്നെയാണ് മോട്ടിവേഷൻ. ഞാന് ദശോപനിഷത്തുക്കളുടെ വിഷയത്തിൽ റിസർച്ചിന് കേരള യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് കമ്മിറ്റി ഈ സബ്ജക്റ്റ് എനിക്ക് അനുവദിച്ചില്ല ആദ്യം. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല, നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ പേരിലൊരു തീസിസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പുസ്തകങ്ങൾ ഉണ്ടാവില്ല, തീസിസ് ഉണ്ടാവില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമില്ല, ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുത്തെ അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ബെഞ്ചമിൻ, അദ്ദേഹം പറഞ്ഞു, റിസർച്ച് സ്കോളറിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടായിരിക്കുക. അപ്പൊ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോ സബ്ജക്റ്റിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. ശാസ്ത്രമാണെങ്കിൽ അപ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ പറ്റും. ഇന്ന് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനോടുള്ള ആനിമേഷൻസ്, വിഷ്വൽസ്, വീഡിയോസ് ഇതെല്ലാം നമുക്ക് യൂട്യൂബിലും മറ്റും കിട്ടും. അതിലൂടെ അങ്ങനെ ആ പഠിക്കുകയാണെന്ന് പോലും കുട്ടിക്ക് ബോധ്യം വരാതെ ഇത്തരം കാര്യങ്ങളിലൂടെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആ നോളജ് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഇപ്പൊ വഴികളുണ്ട്. സോ ക്രിയേറ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു വളരെ വലിയ കാര്യം. ക്രിയേറ്റീവായിട്ട് പഠിക്കുക, അത് കുറെ പറയുവാനുള്ളൊരു വിഷയമാണ്. കുറെ ക്രിയേറ്റീവായിട്ട് എങ്ങനെയാ പഠിക്കാൻ കഴിയുക എന്നുള്ളത്. അത് ഞാൻ പല ക്ലാസ്സുകളിലും പാരന്റ്സിനും കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. +2, +1 കുട്ടികളുടെ സൗഹൃദ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചു കാലം മുമ്പ് കേരളത്തിനകത്ത് ഒരുപാട് സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത മറുപടി ഇത് തന്നെയാണ്. ക്രിയേറ്റീവായിട്ട് പഠിക്കുന്നത് വേറൊരു വളരെ പോസിറ്റീവായ കാര്യം. ക്രിയേറ്റീവായിട്ട് പഠിക്കുക. സോ പ്രോസസ്സാണ് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തത്. പ്രോസസ്സ് വെറുക്കുന്നതാണെങ്കിൽ പ്രോസസ്സിന് മാറ്റാം. നമുക്ക് ക്യൂരിയോസിറ്റി ജനിപ്പിക്കാം. എല്ലാ കുട്ടികളും ക്യൂരിയസ് ആണ്. അപ്പൊ ആ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുകയും ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ക്യൂരിയോസിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെത്തഡോളജി പാരന്റ്സിന് കണ്ടുപിടിക്കാൻ കഴിയണം, അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ സഹായം തേടണം. എല്ലാവർക്കും നമസ്കാരം.